നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമിത പ്രതീക്ഷകൾ നിരാശ മാത്രമായിരിക്കും നൽകുന്നത്. മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും അമിതമായ പ്രതീക്ഷ വച്ചിരിക്കുന്നത്. ഇനി പ്രതീക്ഷയൊന്നും വേണ്ട മോളെ. കാര്യങ്ങൾ കേട്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. മാനസയുടെ വയറ്റിൽ വളരുന്നത് നിങ്ങളുടെ കുഞ്ഞല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന കുഞ്ഞിനെയും കൊണ്ട് നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാലോ. അങ്ങനെയൊക്കെ തീരുമാനിക്കാൻ വരട്ടെ വലിച്ച. എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ. അതേവരെ വരട്ടെ. സൂര്യ, ഞാനിതൊക്കെ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. വനിതാ കമ്മീഷന് മുമ്പിൽ മാനസയുടെ കുഞ്ഞിന്റെ അച്ഛൻ സൂര്യയാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനിയൊരു കേസിന്റെ പിന്നാലെ പോകേണ്ടി വന്നാൽ അതൊക്കെ വിഷയമാവും. അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താവുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. സത്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഇപ്പൊ അതൊന്നും അല്ല വല്യച്ച പ്രധാന വിഷയം. വല്യമ്മ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ. അവരത് ഉൾക്കൊണ്ടിട്ടൊന്നും ഉണ്ടാവില്ല. അവർക്കിപ്പോ ആവശ്യം അവരുടെ മകൻ എവിടെയാണെന്ന് അറിയണം. അവനിനി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വരെ സംശയിക്കേണ്ടിയിരിക്കുന്നു ഭാവനെ. ഇന്നൊരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി എത്ര പ്രിയപ്പെട്ടവരെ ആയാലും കൊല്ലാൻ മടിക്കാത്ത കാലത്താ നമ്മൾ ജീവിക്കുന്നത്. അജയനും പ്രസീതയും നിസ്സാരക്കാരല്ല സൂര്യ. അവളുടെ കുഞ്ഞിന്റെ പിതൃത്വം സൂര്യയുടെ തലയെ കെട്ടിവെക്കാൻ വേണ്ടി സ്വന്തം അച്ഛനമ്മമാരുടെ തീരുമാനപ്രകാരം അവള് തയ്യാറായതാണെങ്കിലോ, ജയനിർമ്മലയോട് അവള് കള്ളം പറഞ്ഞാണെങ്കിലോ, ഒരു സംശയവും നിസ്സാരമായി കാണേണ്ട സൂര്യ. നമ്മളൊന്ന് കരുതി